തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ നിയമസഭയുടെ ആരംഭം എപ്പോഴായിരുന്നു? പുതിയ നിയമസഭ സ്ഥാപിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിലാണെന്നാണ് അധികം ക്രൈസ്തവ വിശ്വാസികളും വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം കേവലം അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തിരുവെഴുത്തിന്റെ പിൻബലത്തിലാണ്. എന്നാൽ സഭ സ്ഥാപിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2-ലല്ല, പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന് ശേഷമാണെന്ന ഗേറ്റ് മിനിസ്ട്രിയുടെ വചനവിരുദ്ധമായ ഉപദേശം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് PM എബ്രഹാം ഈ വീഡിയോയിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. പുതിയ നിയമസഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലല്ല, പൗലോസിന്റെ മാനസാന്തരത്തിനും 1-ാമത്തെ മിഷണറി യാത്രയ്ക്കുമിടയിൽ, അതായത് പ്രവൃത്തിയുടെ പുസ്തകം 13:45 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലാണെന്നാണ് പൊതുവെ മിഡാക്സ് ഡിസ്പെൻസേഷനിൽ ഉപദേശക്കാരായ ഗേറ്റ് മിനിസ്ട്രി പഠിപ്പിക്കുന്നത്. മിഡാക്സിൽ ഒരു വിഭാഗം 28-ലാണ് സഭ ആരംഭിച്ചതെന്നും പഠിപ്പിക്കാറുണ്ട്. ആക്ച്വലി പെന്തക്കോസ്ത് നാളിൽ നടക്കുന്നത് അവിടെ ഒരു പുതിയ സഭയും ആരംഭിച്ചിട്ടില്ല. അവിടെ ജാതികളെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പുതിയ സഭ ആരംഭിക്കുകയല്ല അവിടെ നടന്നത്. അവരുടെ പ്രമാണം, അവരുടെ ഗേറ്റ് മിനിസ്ട്രിയുടെ ഈ തെറ്റായ ഉപദേശമാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. പെന്തക്കോസ്ത് ദിവസം, അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പുതിയ നിയമസഭ ആരംഭിച്ചത് എന്നുള്ളത് തിരുവെഴുത്തെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ലോകത്തിലെ ഒട്ടനവധി ക്രൈസ്തവ വിശ്വാസികളും വിശ്വസിക്കുന്നത് പെന്തക്കോസ്ത് നാളിലായിരുന്നു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലായിരുന്നു സഭ ആരംഭിച്ചത് എന്നുള്ളതാണ്. പൗലോസിന്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് വേദപുസ്തകം വ്യക്തമാക്കുന്ന വിലപ്പെട്ട സത്യം. ചില ചോദ്യങ്ങളിലൂടെ ഈ കാര്യം നമുക്ക് സമർത്ഥിക്കുവാനും കഴിയുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, പൗലോസിന്റെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും ശേഷമാണ് സഭ ആരംഭിച്ചത് എന്ന് ഗേറ്റ് മിനിസ്ട്രിക്കാർ പഠിപ്പിക്കുമ്പോൾ, പൗലോസ് ഉപദ്രവിച്ചു എന്ന് പറയുന്ന സഭ ഏതാണ് എന്നുള്ളത് ഗേറ്റ് മിനിസ്ട്രിയുടെ വക്താക്കളായ വ്യക്തികൾ വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. അതിനായി ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് ഓർപ്പിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനും അല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അതിൽ 13ഉം 14ഉം വാക്യം മാത്രം വായിക്കാം. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്ത് പോന്നു. നമ്മൾ ഈ വായിച്ച ഈ 2 വാക്യം കൂടാതെ പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം കൂടെ നമുക്ക് ഒന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഇവിടെ ശൗലെ യേശുവിനെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്നുള്ള ആ ഒരു ധ്വനി നമ്മൾ ഇവിടെ വായിക്കുന്നു. യേശുവിനെ ശൗലെ യഥാർത്ഥത്തിൽ ഉപദ്രവിച്ചു. ശൗൽ ഉപദ്രവിച്ചത് യേശുവിൻ്റെ ശരീരമായ സഭയെ ആയിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ലളിതമായ സത്യം. അപ്പം ഇനിയും ഇവിടെ പറയുന്ന സഭകൾ, അല്ലെങ്കിൽ നമ്മളിവിടെ വായിച്ച സഭ എന്ന് പറയുന്നത് യഹൂദ സഭയാണെന്നോ മറ്റൊരു സഭയാണെന്നോ ഒക്കെ ഒരുപക്ഷെ ഇവർ വ്യാഖ്യാനിച്ചേക്കാൻ സാധ്യതയുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 22-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കുമ്പോൾ അവിടെയും പൗലോസ് പറയുന്നത് താൻ സഭയെ ഉപദ്രവിച്ച ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. സ്തേഫാനോസിനെ കൊല്ലുവാനും പൗലോസ് കൂട്ടുനിന്നു എന്നുള്ളത് പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സ്തേഫാനോസിനെ കല്ലെറിയുന്നതോടെ വസ്ത്രങ്ങൾ ഈ ശൗലിൻ്റെ കാൽക്കലായിരുന്നു സൂക്ഷിച്ചത് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ പൗലോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം എന്താണ് എന്നുള്ളത് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചു എന്നുള്ളതാണെന്ന് താൻ പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം.
മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസിന്റെ മാനസാന്തരത്തിന് ശേഷമാണ് സഭ ആരംഭിച്ചത് എന്നാണല്ലോ ഈ ഗേറ്റ് മിനിസ്ട്രിക്കാർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പൗലോസെ പീഡിപ്പിച്ചത് ഏത് സഭയെ ആണ് എന്നുള്ളത് ഈ ഗേറ്റ് മിനിസ്ട്രിക്കാർ പറയേണ്ടത് ആവശ്യമാണ്. പൗലോസിന്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ സഭ ഉണ്ടായിരുന്നു എന്നുള്ള ആ സത്യമാണ് നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, പൗലോസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് തന്നെ സഭ സ്ഥാപിക്കപ്പെട്ടു, അല്ലെങ്കിൽ സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വിലപ്പെട്ട സത്യങ്ങളാണ്, വേദവാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന പെന്തക്കോസ്ത് നാളിലാണ് സഭ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തെളിയിപ്പാൻ കഴിയുന്നതാണ്. അന്നുണ്ടായിരുന്ന സഭകളിലെ അംഗങ്ങളായ ക്രിസ്ത്യാനികളെയാണ്, അല്ലെങ്കിൽ ആ സഭകളെയാണ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് ഉപദ്രവിച്ചത് എന്നുള്ളത് എത്ര ലളിതമായി ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, പൗലോസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് തന്നെ പല ദേശങ്ങളിലും വിവിധ സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. പൗലോസുടെ അല്ല, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലൂടെയാണ് സഭ ആരംഭിച്ചതിനുള്ള രണ്ടാമത്തെ തെളിവാണ് നമ്മൾ 9-ാം അധ്യായം, പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ 9-ന്റെ 31-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ യഹൂദ്യ, ഗലീല, ശമരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പൗലോസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് തന്നെ വ്യത്യസ്തങ്ങളായ സഭകൾ, അല്ലെങ്കിൽ പല പ്രാദേശിക സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമല്ലേ ഈ വാക്യം നമുക്ക് നൽകുന്നത്. ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിച്ചു വന്ന ശൗലെ അന്ന് നിലവിലുണ്ടായിരുന്ന സഭകൾക്കൊരു വലിയ ഭീഷണിയായിരുന്നു. ആ സഭകൾ യഹൂദിയിലും അതുപോലെ ഗലീലയിലും ശമരിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഈ വാക്യം വായിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതുപോലെ പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഗ്രേറ്റ് കമ്മീഷൻ അനുബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അന്ത്യനിയോഗത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നമ്മളെ വായിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം, അതായത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു മഹാനിയോഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. അതുമാത്രമല്ല, യഹൂദിയിലും ശമരിയയിലും അതുപോലെ ഗലീലയിലും ഒക്കെ ഓരോ സഭ വീതം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്നിൽ അധികം സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് സഹായകരമായി ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം കൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. അവിടെ നാം വായിക്കുന്നത്: പിന്നെ ഞാൻ സുറിയ, കിലിക്യ ദിക്കുകളിലേക്ക് പോയി. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, 22-ാമത്തെ വാക്യം: യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. ശൗലിന്റെ മാനസാന്തരം യഹൂദിയ, ഗലീല, അതുപോലെ ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയുള്ള സഭകൾക്ക് അവിടെ സമാധാനത്തിന് കാരണമായി എന്നാണ് 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ തൊട്ട് മുൻപ് ഇപ്പോൾ വായിച്ചത്. അപ്പൊ ഗേറ്റുകാരുടെ, അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രിക്കാരുടെ പഠിപ്പിക്കൽ അനുസരിച്ചാണെങ്കിൽ സഭയുടെ ആരംഭം പൗലോസിലൂടെയാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ 9-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ച പ്രവൃത്തി ദിവസം 9-ന്റെ 31 ആ വാക്യം അനുസരിച്ചാണെങ്കിൽ ഈ ദേശങ്ങളിലൊക്കെ പൗലോസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് തന്നെ വ്യത്യസ്തങ്ങളായ സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ സഭകൾ ഏത് സഭകളായിരുന്നു എന്ന് ഗേറ്റ് മിനിസ്ട്രിയുടെ സഹോദരങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. യഹൂദിയിലും ഗലീലയിലും അതുപോലെ ശമരിയിലും ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഈ സഭകൾ 9-ന്റെ 31 പറയുന്ന ഈ സഭകളൊന്നും
പൗലോസ് മാനസാന്തരപ്പെട്ട ശേഷം പ്രവർത്തിച്ചുണ്ടായ സഭകളല്ലായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും പൗലോസ് വിശ്വാസത്തിലേക്ക് വരുന്ന മുമ്പേ, ഒരു ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് തന്നെ അന്ന് വിവിധ സ്ഥലങ്ങളിൽ സഭകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ദേശങ്ങളിലെ സഭകൾ ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, പ്രവർത്തന പുസ്തകം 8-ന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ, ശമരിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ചിതറപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളാണ് യഹൂദിയിലും ഗലീലയിലും അതുപോലെ മറ്റുള്ള ശമരിയിലും ഒക്കെ ചെന്ന് അവർ സുവിശേഷം അറിയിച്ചതും അനേക വ്യക്തികളെ കർത്താവിന് വേണ്ടി നേടിയത് അല്ലെങ്കിൽ സഭകൾ സ്ഥാപിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ആ സഭകൾക്കൊക്കെ പൗലോസിന്റെ മാനസാന്തരം സമാധാനം ഉണ്ടാക്കി എന്നാണ് പ്രവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അപ്പൊ ഈ സഭകളെ കുറിച്ച് ദൈവത്തിന്റെ സഭ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ സഭ എന്നാണ്. അത് തന്നെയുമല്ല, ഈ ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രയോഗം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കൊരിന്തിലെ ദൈവസഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഫെസോസിലെ സഭയെ ദൈവത്തിന്റെ സഭ എന്നാണ് അവിടെ പൗലോസ് നാമകരണം ചെയ്തത്. അപ്പൊ ഈ സഭകളെല്ലാം ദൈവത്തിന്റെ സഭകളായിരുന്നു, അല്ലെങ്കിൽ ദൈവസഭകളായിരുന്നു, ക്രിസ്തുവിന്റെ സഭകളായിരുന്നു. അത് മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ ഗലീല, യഹൂദിയ, ശമരിയ ദേശങ്ങളിലെ സഭകളെ ഗലാത്യർ 1-ന്റെ 22-ൽ പൗലോസ് വിളിച്ചത് ക്രിസ്തുവിന്റെ സഭകൾ അല്ലെങ്കിൽ ക്രിസ്തു സഭകൾ എന്നാണ്. ആ വാക്യം കൂടെ നമുക്ക് ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം: പിന്നെ ഞാൻ സുറിയ, കിലിക്യ ദിക്കുകളിലേക്ക് പോയി. 22-ാമത്തെ വാക്യത്തിൽ യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവൻ ആയിരുന്നു. അപ്പൊ ദൈവത്തിന്റെ സഭ എന്ന് ഗലാത്യർ 1-ന്റെ 13-ലും ഗലാത്യർ 1-ന്റെ 22-ൽ ക്രിസ്തുവിന്റെ സഭകൾ എന്നും പറഞ്ഞത് അന്ന് നിലവിൽ ഉണ്ടായിരുന്ന ക്രിസ്തീയ സഭകളെ കുറിച്ചാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, പൗലോസിന് മുൻപ് തന്നെ സഭ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ പൗലോസിന്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ സഭ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഗലീലയിലും യഹൂദിയയിലും അതുപോലെ ശമരിയിലും ഒക്കെ വിവിധ സഭകൾ ഉണ്ടായിരുന്നു. പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഭ രൂപപ്പെട്ടത്, സഭ രൂപീകരിക്കപ്പെട്ടത് പൗലോസിന്റെ മാനസാന്തരത്തോടെ അല്ല, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിനായിരുന്നു എന്നുള്ളത് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ്. എന്നാൽ വേദപുസ്തകത്തെ വളരെ മോശമായ നിലയിൽ എങ്ങനെയും വക്രിച്ച് വ്യാഖ്യാനിക്കുവാൻ യാതൊരു സങ്കോചവുമില്ലാത്ത ചില വ്യക്തികൾ ഈ കാലഘട്ടത്തിലും രൂപപ്പെടുന്നു എന്നുള്ളത് അത്ഭുതമായ ഒരു കാര്യമാണ്. 3-ാമത്തെ തെളിവ്, പൗലോസിന് മുമ്പേ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, അവരുടെ പേരുകൾ പോലും നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ സഭകളിൽ ഉണ്ടായിരുന്ന ചില വിശ്വാസിയുടെ പേരുകൾ പോലും നമുക്ക് തിരുവെഴുത്തിൽ നിന്നും വായിപ്പാൻ സാധിക്കുന്നുണ്ട്. റോമലേഖനം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് റോമിലെ സഭ, ആ സഭയിൽ ഉണ്ടായിരുന്ന ചില വിശ്വാസികളുടെ പേരുകളാണ് നമ്മൾ വായിച്ചത്. ഇതെന്തായാലും റോമിലെ സഭയാണെന്ന് ഗേറ്റുകാർ സമ്മതിച്ചേക്കും. നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ സഭയിലെ അംഗങ്ങളായിരുന്നു ഇവിടെ പറയുന്ന അന്ത്രോനിക്കോസും അതുപോലെ യൂനിയാവും. പൗലോസിന്റെ ചാർച്ചക്കാർ അല്ലെങ്കിൽ ബന്ധുക്കളായിരുന്നു, കുടുംബക്കാരായിരുന്നു ഈ 2 പേർ എന്നുള്ളതും പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പൗലോസ് അവരെക്കുറിച്ച് പറഞ്ഞ മറ്റു ചില വിശേഷങ്ങളെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവരെ എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്, അതുപോലെ തന്നെ അവരെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരുമാണ്. അപ്പൊ പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, പൗലോസ് ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് തന്നെ ക്രിസ്ത്യാനികളായ വ്യക്തികളാണ് ഈ അന്ത്രോനിക്കോസും അതുപോലെ യൂനിയാവും എന്നുള്ളത് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. താൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തികളാണ് ഈ 2 പേരും എന്നുള്ളത്
റോമർ 16:7 വാക്യത്തിൽ പൗലൂസ് വ്യക്തമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ പൗലൂസിനാലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത് എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമല്ലേ? പൗലൂസ് പറഞ്ഞിരിക്കുന്നു, അന്ത്രോനിക്കോസും യൂനിയാവും താൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുമ്പ് തന്നെ, താൻ ഒരു ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് തന്നെ സഭയുടെ അംഗങ്ങളായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരുന്നു എന്നുള്ള കാര്യം. അത് മാത്രമല്ല, അവരെക്കുറിച്ച് അന്നുണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രസിദ്ധരായിരുന്നു എന്നുള്ള കാര്യം അവിടെ പൗലൂസ് പറയുന്നുണ്ട്. എന്നാൽ ഈ കാലത്ത് ചിലർ പറയുന്നു പൗലൂസിലൂടെയാണ് സഭയുണ്ടായത്, ആദ്യത്തെ ക്രിസ്ത്യാനി പൗലൂസാണ് എന്നുള്ള ഈ പഠിപ്പിക്കൽ ദുരുപദേശമാണ്. ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഒരേ ഒരു ആയുധം മതി, അത് റോമാലേഖനം 16:7 വാക്യമാണ്. യാഥാർത്ഥ്യം ഇതാണെങ്കിൽ പൗലൂസിലൂടെയാണ് സഭ ആരംഭിച്ചത് എന്ന് എങ്ങനെ ഇവർക്ക് പറയാൻ സാധിക്കും? സഭയുടെ ആരംഭം അപ്പോസ്തലപ്രവൃത്തി 2 പെന്തക്കോസ്ത് നാളിലാണ് എന്നത് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ്. സഭയുടെ ആരംഭം പൗലൂസിലൂടെ അല്ല എന്നതിനുള്ള 3 ന്യായങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിക്കും എന്നതുകൊണ്ട് ഞാൻ ചെറിയ ചില ഭാഗങ്ങളായിട്ട് ഈ വിഷയം പ്രതിപാദിപ്പാൻ, അല്ലെങ്കിൽ ഈ വിഷയം അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2 സഭ എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് പെന്തക്കോസ്ത് നാളിൽ നടന്ന ആത്മസ്നാനമാണ്. അത് അടുത്ത എപ്പിസോഡിൽ അതിനോട് തുടർന്ന് ബന്ധപ്പെട്ടുള്ള ചില ആത്മീയ സത്യങ്ങളും, സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്, പൗലൂസിലൂടെയല്ല സഭ ആരംഭിച്ചത് എന്നുള്ള ദൈവവചനത്തിന്റെ സത്യം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തെ ശരിയായ നിലയിൽ വിഭാഗിച്ച് നൽകുവാൻ, മനസ്സിലാക്കുവാനുള്ള ദൈവജ്ഞാനം നമുക്ക് നൽകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.